രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ജാമ്യമില്ല, അറസ്റ്റ് തടയില്ല എന്ന് വിധി വന്നപ്പോഴാണോ കോൺഗ്രസിന് പുറത്താക്കാൻ ആഗ്രഹമുണ്ടായത്? ഇന്നെന്താ ഷാഫി പറമ്പിലെ പ്രതികരണം? എന്താ പറഞ്ഞത്? ഹൈക്കോടതിയിൽ 15 വരെ അറസ്റ്റ് തടഞ്ഞപ്പോൾ തിരിച്ചെടുക്കണോ എന്ന് ആലോചിക്കേണ്ടത് KPCC പ്രസിഡന്റാണ് എന്ന് ഇപ്പോഴേ പറഞ്ഞു ഷാഫി പറമ്പിൽ. പുറത്താക്കിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. എത്ര മാസമായി നമ്മുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള ആക്ഷേപമുണ്ട്? പരിശോധിച്ചിരുന്നോ? എത്ര കാലമായി? കഴിഞ്ഞ തവണ കുറച്ച് മുമ്പ് 2 മാസം മുമ്പ് വന്നപ്പോൾ ആരാ ഇവർക്ക് ജയ് വിളിച്ചത്? താൽക്കാലികമായി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് മതിയോ അത്തരമൊരു കേസിന്? കോൺഗ്രസിൻ്റെ പ്രവർത്തക കൂടിയായ പലർക്കും പരാതികളില്ലേ? അതാണോ കോൺഗ്രസ് ചെയ്യേണ്ട രീതി? പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ MLA കുറിച്ച് പറഞ്ഞു. വിൻസെൻ്റ് MLA എവിടെ ഇരിക്കുന്ന? അഷ്റഫ് അലി നിയമസഭയിലല്ലേ? എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗ കേസിലെ പ്രതിയല്ലേ എവിടെ ഇരിക്കുന്നത്? എന്നാ രാഹുൽ മാങ്കൂട്ടത്തിന് TP അഷ്റഫ് അലി കാണാൻ തുടങ്ങിയത്? TP അഷ്റഫ് അലിയും ഞാനും ഒക്കെ കുറേ കാലമല്ലോ ഈ മലപ്പുറം ജില്ലയിൽ വിദ്യാസംഘടന പ്രവർത്തനം ഒരുമിച്ച് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ട് എത്ര കാലമായി TP അഷ്റഫ് അലി? കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ എന്തോ പ്രത്യേക അജണ്ടയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു കുമിള കണക്കെയുള്ള നേതാവ്, ആ കുമിള പൊട്ടി, അത്ര കണ്ടാൽ മതി. പിന്നെ പിടിക്കുന്ന കാര്യം, ഇത്രയൊക്കെ ഒപ്പിച്ച, ഇത്രയും പെൺകുട്ടികളെ ഭീകരമായി കൈകാര്യം ചെയ്ത ഒരു കൊടും ക്രിമിനലിന് ഒരാഴ്ച ഒളിച്ചു നിൽക്കാനാണോ പ്രയാസം? കേരളത്തിലെ പോലീസ് നല്ല കൺവിക്ഷൻ റേറ്റുള്ള പോലീസാണ്, നന്നായി ആ കേസ് കൈകാര്യം ചെയ്യും. ഇവിടെ ശബരിമലയുടെ കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞു. പത്മകുമാർ CPM ജില്ലാ സെക്രട്ടറി മെമ്പർ ഒന്നുമല്ല, ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പത്മകുമാർ മാത്രമല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ല തെറ്റിയിരുത്തി തന്നാണ്, ഫാക്ച്വൽ എററാണ്, അറിഞ്ഞിരിക്കുന്നതല്ല, പ്രസംഗിക്കുമ്പോൾ തെറ്റ് പറയരുതല്ലോ. ഇനി നമ്മളെന്താ അറിയോ, 10 വർഷം മുമ്പ് പിറന്നു വീണതല്ല ഈ കേരളം. 10 വർഷം മുമ്പും കേരളം ഉണ്ടായിരുന്നു. VS ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്തുണ്ടായിരുന്ന വിജിലൻസ് കേസ് എവിടെ പോയി? എന്ത് നടപടിയെടുത്തു? ആരെങ്കിലും ജയിലിൽ അടച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? UDF സർക്കാരിൻ്റെ കാലത്ത് കാട്ടിലെ തടി, തേവരുടെ ആന, ഇതായിരുന്നു ദേവസ്വം വകുപ്പ്. INA സ്വത്തൊന്നല്ല, ദേവസ്വത്തിൻ്റെയും വഖഫിൻ്റെയും. മുസ്ലിം ലീഗ് കുറെ കട്ടതല്ലേ വഖഫ് സ്വത്ത്? മുസ്ലിം ലീഗിൻ്റെ വഖഫ് കക്കലും ഈ ദേവസ്വം മേഖലയിലെ അഴിമതിയും വെച്ചു പൊറുപ്പിക്കില്ല. ഏത് പൊന്നു തമ്പുരാനായാലും ജയിലിലിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.